സാധാരണ രഹസ്യ സ്വഭാവമുള്ള സൈനിക നീക്കങ്ങളിൽ വിമാനങ്ങൾ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് റഡാറിന്റെ കണ്ണുവെട്ടിച്ച് പറക്കുമ്പോൾ ഇതാ അമേരിക്കൻ വ്യോമസേനയുടെ ഭീമൻ വിമാനങ്ങൾ അതും ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്ത് ലോകത്തിന് മുഴുവൻ കാണാവുന്ന രീതിയിൽ ആകാശത്ത് വട്ടമിട്ട് പറന്നിരിക്കുന്നു. ഒരു ഞെട്ടിപ്പിക്കുന്ന സൈനിക ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി ഹോർമൂസിലെ ആകാശത്ത് നടന്ന ഈ ഓപ്പൺ ഷോ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് റഡാർ 24 വിവരങ്ങൾ കണ്ട് ലോകം മുഴുവൻ അമ്പരന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണക്കടത്തു പാതയ്ക്ക് മുകളിൽ ഒരു പ്രകടനം പോലെ പറന്നുയർന്ന ഈ അമേരിക്കൻ വിമാനങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? വെറുമൊരു യാദൃച്ഛികതയായിരുന്നില്ല ഇത്, മറിച്ച് കണക്കുകൂട്ടിയുള്ള ഒരു സിഗ്നൽ ആയിരുന്നു എന്ന് വേണം കരുതാൻ. ഈ പറന്നുയർന്ന ഭീമന്മാർ വെറും യാത്രാ വിമാനങ്ങളായിരുന്നില്ല. ആകാശത്ത് വെച്ച് മറ്റ് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ കഴിവുള്ള സ്ട്രോറ്റോ ടാങ്കറുകൾ ആയിരുന്നു അവ. ദീർഘദൂര ദൗത്യങ്ങൾ പൂർത്തിയാക്കി മടങ്ങുന്ന പോർ വിമാനങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ഇത്തരം ടാങ്കറുകളുടെ സഹായം അനിവാര്യമാണ്. ഒരു നിശ്ചിത പാതയിൽ ടാങ്കറുകൾ വട്ടം ചുറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സമീപത്ത് എവിടെയോ അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ അതീവ രഹസ്യ ദൗത്യത്തിലുണ്ട് എന്നാണ്. ഒരു ത്രില്ലർ സിനിമയിലെ രംഗം പോലെ ഈ കൂറ്റൻ വിമാനങ്ങൾ ഹോർമൂസിന് മുകളിൽ കറങ്ങുമ്പോൾ അതിനർത്ഥം ഏത് നിമിഷവും ഞങ്ങൾ ഇവിടെയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സാധാരണ രഹസ്യ സ്വഭാവമുള്ള സൈനിക നീക്കങ്ങളിൽ വിമാനങ്ങൾ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്യുമെങ്കിൽ ഇവിടെ അമേരിക്കൻ സൈന്യം ചെയ്തത് നേരെ മറിച്ചാണ്. പരസ്യമായി ലോകം മുഴുവൻ കാണാവുന്ന രീതിയിൽ ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്ത് പറന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. തങ്ങളുടെ സൈനിക സന്നാഹങ്ങൾ ഇറാന്റെ അതിർത്തിക്കരികിൽ സജ്ജമാണെന്നും ഏത് നിമിഷവും ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറാണെന്നും ലോകത്തെയും ശത്രു രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ ശക്തി പ്രകടനത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ഈ കൂറ്റൻ ടാങ്കർ വിമാനങ്ങൾ റഡാറിൽ തെളിഞ്ഞു കാണിക്കുമ്പോഴും അവയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന പല അത്യാധുനിക പോർ വിമാനങ്ങളും റഡാറുകളുടെ കണ്ണുവെട്ടിച്ചു നീങ്ങാൻ ശേഷിയുള്ളവയാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിമാനങ്ങൾക്ക് റഡാറുകളിൽ പ്രത്യക്ഷപ്പെടാതെ ശത്രുവിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അങ്ങനെയുള്ള ദൗത്യങ്ങൾക്ക് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങാൻ ഈ ടാങ്കറുകൾ ഇന്ധനം നൽകുകയും ഒരുതരം റഡാർ മറ ഒരുക്കുകയും ചെയ്യുന്നുണ്ടാകും. ടാങ്കർ വിമാനത്തിന്റെ സിഗ്നൽ മാത്രം റഡാറിൽ കാണുമ്പോൾ അതിനു ചുറ്റും റഡാറുകൾക്ക് പിടികൊടുക്കാതെ മറ്റ് സ്റ്റെൽത്ത് വിമാനങ്ങൾ പറക്കുന്നുണ്ടാവുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ഈ ആകാശ പടപ്പുറപ്പാട് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ നീക്കങ്ങൾ എങ്ങോട്ട് നയിക്കും? ഹോർമൂസിലെ ആകാശത്ത് വരും ദിവസങ്ങളിൽ ഇനിയും എന്തെല്ലാം അപ്രതീക്ഷിത കാഴ്ചകൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം.